സ്കോർപിയോ ഞാൻ കാണുന്നത് ഇവിടെ ഈ ജൂലൈയുടെ എനർജിയിൽ കറണ്ട് ഫീലിങ്സ് റീഡിങ്ങിൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയത് ആ ഇഷ്യൂസൊക്കെ അതിൻ്റെ എന്താണ് സൊല്യൂഷൻ യൂണിവേഴ്സ് ഇവിടെ തരാൻ നോക്കണത് ഇല്ല വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ, ഈ പേഴ്സൺ എന്ത് ഇൻറ്റൻഷനാണ് വെച്ചിട്ട് വരണേ. അപ്പം നമ്മൾക്ക് ഇതൊക്കെ നോക്കാം നിങ്ങളുടെ റീഡിങ്ങിൽ. ആൻഡ് ഈ പേഴ്സൻ്റെ എന്താണ് ശരിയായ ഇൻറ്റൻഷൻ, എന്താണ് ഫ്യൂച്ചർ, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ റീഡിങ് തുടങ്ങാം. മെസ്സേജസ് എന്താ വരണേന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ സ്കോർപിയോ, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. നമ്മൾക്ക് തുടങ്ങാം. എന്താ മെസ്സേജസ് വരണമെന്ന് നോക്കാം. ഇത് സ്കോർപിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ സ്കോർപിയോ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ എനർജി, നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി, കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ കുറേ ഒരു പ്രാക്ടിക്കലായിട്ട് എനർജിയാണ് കാണുന്നത്. ഇമോഷണൽ കണക്ഷൻ കുറവാണ്. കുറേ ഒരു വിസ്ഡംഡ് എനർജി ഉണ്ട്, പ്രാക്ടിക്കൽ എനർജി ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ എവിടെയോ ആ ഇമോഷണലി ഒരു ഡിറ്റാച്ച്ഡ് എനർജിയാണ് കാണുന്നത്. വേണ്ട മാതിരി കാര്യങ്ങൾ വേണ്ട മാതിരി കാര്യത്തിനൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഇമോഷണൽ കണക്ഷൻ മിസ്സിങ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ എനർജി? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവണ എനർജി. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് എന്തോ അറിയാൻ നോക്കുന്നുണ്ടാവും, എന്തോ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ എന്താ നടക്കണമെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതല്ല വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് എന്തോ നിങ്ങളെക്കുറിച്ച് അറിയണം. അപ്പോൾ ഓൺലൈൻ ചെക്ക് ചെയ്യുക, അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. എന്താ വെച്ചാൽ രണ്ടാളും സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു ഡിറ്റാച്ച്ഡ് പോലെ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ എനർജിയിൽ ഒരു ഐസൊലേറ്റഡ് എനർജിയാണ്, തനിച്ചിരിക്കണ എനർജിയാണ്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലും ആവാം. ഇവിടെ ഒരു സെപ്പറേഷൻ എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജി ഉണ്ട്. അപ്പോൾ എന്തോ ഈ പേഴ്സൺ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി, ഇല്ലച്ചാൽ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് അറിയില്ല ഈ സിറ്റുവേഷൻ എന്താ, എവിടേക്കാണ് പോകണേന്ന്. അതുകൊണ്ട് നിങ്ങൾക്കും അത്ര ഒരു എൻതൂസിയാസം ഇല്ല. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ ഒരു ടോക്സിക് എനർജിയാണ് കാണുന്നത്. എന്തോ ഈ പേഴ്സൻ്റെ ലൈഫിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജിയിൽ മേ ബി അവരെന്തെങ്കിലും ഒരു കുറച്ചൊരു മാന്യൂപ്പുലേറ്റീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. കാര്യങ്ങൾ മറിക്കണ ടൈപ്പ്, പറഞ്ഞാൽ കാര്യങ്ങൾ ശരിക്കും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു പേഴ്സൺ ആവാം. അവർ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒളിപ്പിച്ചാണ് വയ്ക്കണേ. ഇല്ലച്ച ചില അഡിക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഈ കുടി, ഇല്ലച്ച സിഗരറ്റ്, ഡ്രഗ്സ്, അങ്ങനെ എന്തെങ്കിലും. ബട്ട് എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് റെഡിയാണ്. ബട്ട് എന്തോ ഇവിടെ ഒരു സിറ്റുവേഷനിൽ എന്തോ ടോക്സിക് എനർജി ഉണ്ട്. ചിലവർക്ക് ഈ പേഴ്സൺ മാരിഡ് ആവാം, വേറെ റിലേഷൻഷിപ്പിലാവാം. അതുകൊണ്ടും ഇവിടെ ഒരു ടോക്സിക് എനർജി കാണാം. അപ്പോൾ എന്താ ഉണ്ടായ പാസ്റ്റിൽ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എൻഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? അവരുടെ ഭാഗത്തുനിന്നായിരിക്കും അവർ കാര്യങ്ങൾ എൻഡ് ചെയ്തുണ്ടാവുക. എനിക്കൊരു സ്ട്രോങ് ആയിട്ട് ഏരീസ്, കാപ്രിക്കോൺ, അക്വേരിയസ് എനർജി കിട്ടുന്നുണ്ട്. അവർ ഒരു വർക്കഹോളിക്
പേഴ്സൺ ആവാം. അതല്ല വെച്ചാൽ എന്തോ ഒരു സിറ്റുവേഷനിൽ മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എന്തോ ഒരു മാറ്റം വന്ന് ഞാൻ കണ്ടു പറഞ്ഞാൽ കാണുന്നുണ്ട്. ലൈക്ക് പാസ്റ്റിൽ തന്നെ എന്തോ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ എനർജി, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളൊരു സ്റ്റഡി എനർജിയിലേക്കാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സിറ്റുവേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ബട്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് കാണാണ്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഒരു തേർഡ് പാർട്ടി ആണോ, അതല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അത് ഈ സിറ്റുവേഷൻ ഇപ്പോൾ ആദ്യം തിരിച്ച് എൻ്റെ ലൈഫിൽ കൊണ്ടുവരുത്തണോ? എന്താ വെച്ചാൽ പാസ്റ്റിലും ഇത് ശരിയായില്ല, അതുകൊണ്ട് ഇപ്പോൾ ആദ്യം അത് റിപ്പീറ്റ് ചെയ്യണോ? അപ്പോൾ ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രേ ചെയ്യാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹീൽ ചെയ്യാണ്. ഞാൻ കാണുന്നത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാഷനുണ്ട് ആൻഡ് അവർ എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ 8 ഓഫ് സോഡ്സ് കുറേ സ്റ്റക്കായി നിങ്ങൾ ഫീൽ ചെയ്യണം. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനും പറ്റില്ല. കുറേ ബോൾഡായിട്ട് നിങ്ങൾ പറഞ്ഞാൽ കുറേ സ്ട്രോങ് ആയിട്ട് അവരെ മെസ്സേജ് ചെയ്യാണ്ട് ഇരിക്കുകയാണ് നിങ്ങൾ. പക്ഷെ അത് ആവണില്ല, കുറേ സമയം വരെ അത് വർക്ക് ചെയ്യില്ല. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാനൊരു മാരേജ് കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്, നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. എന്തോ ഒരു ഐഡിയ ഞാൻ വരണത് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. എന്തോ ഒരു ക്ലാരിറ്റി വരണത് കാണുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ഈ പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഈ പേഴ്സൻ്റെ ആക്ഷൻസിൽ ഞാൻ കാണുന്നത് ഒരു ഷുവർ അല്ലാത്ത എനർജി. എന്താ വെച്ചാൽ മൂന്നാമത്തെ പേഴ്സൺ ഇവിടെ ഉണ്ട് അവരുടെ ലൈഫിൽ. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്താ വേണ്ടതെന്ന്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, ബട്ട് ഈ മൂന്നാമത്തെ പേഴ്സൺ അവർക്ക് ആ പേഴ്സണെ വിടാൻ പറ്റില്ല. ഓർ അവരെന്താ ചെയ്യണ്ടതെന്നും അവർക്ക് മനസ്സിലാവില്ല. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു ക്ലാരിറ്റി അവരുടെ മനസ്സിലില്ല. വന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പോൾ ഔട്ട്കം ആദ്യം ഒരു റിജക്ഷൻ ആണ്. എന്താ വെച്ചാൽ ഇവരെ തിരിച്ചു വന്നിട്ടും ഈ സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷൻ ഒന്നുമില്ല. എന്ന് വെച്ചാൽ അവർ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ഇല്ലച്ചാൽ പുതിയൊരു സൊല്യൂഷൻ കൊണ്ടുവരല്ല. അവർ ആ സെയിം എനർജി കൊണ്ടുവരികയാണ്, ആ സെയിം തേർഡ് പാർട്ടി എനർജി. അപ്പോൾ ആദ്യം ഇവിടെ ഞാനൊരു സെപ്പറേഷൻ തന്നെയാണ് കാണുന്നത്. ഇമോഷണലി ഇവിടെ ഒരു പറഞ്ഞ ഒരു ഫ്യൂച്ചർ കാണാനില്ല, അറ്റ്ലീസ്റ്റ് ഈ മാസം. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ സൈൻ എന്തായിരിക്കും? ഇവിടെ ടോറസ് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഏരീസ്, കാപ്രിക്കോൺ ഒക്കെ കാണുന്നുണ്ട്. ടോറസ് ഉണ്ട്, ലിയോ ഉണ്ട്. ഇവിടെ വെർഗോ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പൈസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈൻ ആയിരിക്കാം ഇതൊക്കെ. ഓർ ഇതിൽ ഏതോ ഒരു സൈൻ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. ഓറക്കിൾ മെസ്സേജ് ഇവിടെ വന്നിരിക്കണേ സ്റ്റേ ഓപ്റ്റമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ച് ഓപ്റ്റമിസ്റ്റിക് ആയിരിക്കുക. ഇത് ഒരു ഫേസാണ്, ഇതൊരു ചാപ്റ്റർ ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നീയും ഒരു പുതിയ ബിഗിനിങ്സ് ഒക്കെ ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ ഓപ്റ്റമിസ്റ്റിക് ആവുക. ഓക്കെ, അതാണ് യൂണിവേഴ്സ് പറയണേ. അപ്പോൾ സ്കോർപിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പേഴ്സണൽ റീഡിങ് കൊണ്ടുവരും ആദ്യം. ഞാൻ ഒരു വേറെ റീഡിങ് കൊണ്ടുവരും. പക്ഷേ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.